അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കിച്ചീസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മനോഹരമായിട്ടുള്ളൊരു ബീച്ചിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ബീച്ച് തളിക്കുളത്ത് നമ്മുടെ സ്നേഹതീരം ബീച്ചിന് തൊട്ടടുത്താണുള്ളത്. ഈ ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സ്നേഹതീരം ബീച്ചിൽ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ സ്നേഹതീരം ബീച്ചിനേക്കാളും ഭയങ്കര ഡിഫറൻസ് ആയിട്ടുള്ളൊരു ബീച്ചാണിത്. സ്നേഹതീരത്ത് നമ്മൾ പാർക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെയുണ്ടെന്ന് തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് വന്നിരുന്ന് കുറേ നേരം വന്നിരിക്കാനും കുറേ നേരം ചിലവഴിക്കാനും ഒക്കെ തോന്നുന്നൊരു ബീച്ചാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കടൽ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു തോടുണ്ട്. ആ തോടിൻ്റെ സൈഡിലായിട്ട് കുറേ ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് കുറേ നേരം ഇരിക്കാൻ തോന്നും. കാരണം നല്ല കാറ്റും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലവും പിന്നെ അതിന് നേരെയായിട്ടൊരു ചെറിയ പാലമൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ കുറേ നേരം ഇരിക്കാൻ തോന്നും. കാരണം അത്രയ്ക്കും ശാന്തമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു രാത്രി ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത്. കാരണം ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള ഫുഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് കൂടുതൽ പേരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സീ ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഞങ്ങളിവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത് ബീഫും കൊള്ളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറും ആ ഒരു ഏകദേശം ഒരു 7-7:30 ആ സമയത്ത് രാത്രിയായി തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബീച്ചിൻ്റെയും പിന്നെ അവിടെ കുറേ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഇതാണ് അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കുട്ടികളായിട്ടും നമ്മുടെ ഫാമിലി ആയിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളെയോ എല്ലാവരെയും കൊണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത്.
മനോഹരമായ കടൽ തീരത്തിനടുത്തായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ കുറേ കാറ്റാടി മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഏരിയയുണ്ട്. ഇവിടെയും നമുക്ക് പോയി കാണാനായിട്ടും ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. കാരണം കുറച്ച് നമ്മൾ പോകുന്ന സമയത്ത് കുറേ വെയിലുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം ഇവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ കടലിലേക്ക് ഇറങ്ങി കടലിൽ കാലുമുക്കൊക്കെ ചെയ്യാം. ഇവിടെയും നല്ല കാറ്റും നല്ല ഭംഗിയും ഒക്കെ ഉള്ള സ്ഥലമാണ്. കുറേ പേര് ഇവിടെയും വന്നിരിക്കുന്നത് കാണാം കേട്ടോ. ഇപ്പോൾ രാത്രിയായി തുടങ്ങി. പകലിനേക്കാൾ കൂടുതൽ ഭംഗി രാത്രിയാകുമ്പോഴാണ്. കാരണം രാത്രിയാകുമ്പോൾ കുറേ ലൈറ്റുകളൊക്കെ ഇട്ട് ഒന്നുകൂടി മനോഹരമാക്കിയിട്ടുണ്ട് കടൽ തീരം. ഒരു 9 മണി വരെയൊക്കെ ഈ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഈ ലൈറ്റിൻ്റെ ഭംഗിയും കാറ്റൊക്കെ കൊണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നു. അതിനുശേഷം നമ്മളും വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ഓഹോ ബീച്ചിൽ പോയ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.